ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ഒരു യാത്രയിലാണ്. യാത്ര തുടങ്ങി ഏകദേശം അവസാനിക്കാറായി. ഞാൻ ഇൻട്രൊഡക്ഷൻ ഒന്ന് കാറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കരുതിയിട്ടാണ്, വേറെ ഒന്നുമല്ല. നമ്മളിപ്പോൾ കണ്ണൂർ ജില്ലയിലാണുള്ളത്. സൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനീഷ് ബ്രോ ഉണ്ട് അവിടെ. നമ്മുടെ കണ്ണൂർ കാസർഗോഡ് നിൽക്കുന്ന പുള്ളിയാണ്. പുള്ളി നമ്മുടെ ചെറിയ സൈറ്റ്, ഒരു 85 മീറ്ററോളം ചെറിയൊരു സൈറ്റാണ്. GI പൈപ്പിനാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സൈറ്റിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ. അപ്പോൾ അവിടെ സൈറ്റിൽ ചെന്നിട്ട് എന്നും ചെയ്യുന്ന പോലൊരു ഇത് വേണ്ട എന്ന് കരുതിയിട്ടുള്ള, അതിലുപരി നമ്മുടെ ഈ നോർത്ത് സൈഡിലേക്ക് നമ്മൾ വണ്ടി വാങ്ങിയിട്ട് ഫസ്റ്റ് ട്രിപ്പാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡ്രൈവ് ആയിരുന്നു. കാരണം നമുക്ക് രാവിലെ ഒരു 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പോൾ ഏകദേശം 220 കിലോമീറ്ററിന്റെ അടുത്ത് വൺ സൈഡ് വരുന്നുണ്ട്. അതെ അതെ, ആ ദൂരം പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും സൈറ്റിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. എന്തായി അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് നോക്കിയിട്ട് അവിടെ എത്തിയിട്ട് അതെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും സൈറ്റിലെ കാര്യങ്ങൾ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ചെയ്യാം. ഇത് നമുക്ക് നമ്മളുടെ ഇൻസ്റ്റാഗ്രാം റീല് കണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്ന എൻക്വയറി ആയിരുന്നു. പുള്ളി പുറത്താണുള്ളത്. ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ അത് പുള്ളിക്ക് ആടിന് വളർത്താൻ വേണ്ടിയിട്ട് ഒരു 85 മീറ്ററോളം ചെയിൻ ലിങ്ക് ഫെൻസിങ് 5 അടി ഹൈറ്റിൽ GI പൈപ്പ് വേണമെന്ന് കമ്പൽസറി ആയിട്ട് പറഞ്ഞായിരുന്നു. അതുപ്രകാരം GI പൈപ്പിനകത്ത് 5 അടി ഹൈറ്റിനകത്ത് ചെയിൻ ലിങ്ക് ആണ് ചെയ്തിട്ടുള്ളത്. സാധാരണ 3 ഇഞ്ച് 12 ഗേജാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുള്ളിയുടെ പർപ്പസ് ഇത്രയേ ഉള്ളൂ, ആടുകൾ കാര്യങ്ങൾ നോക്കുക. അതിലുപരി നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് നമ്മൾ കോൺടാക്ട് ചെയ്തത്. ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ, കാരണം പുള്ളി വിളിച്ച പിറ്റേ ദിവസം തന്നെ നമ്മൾ അനീഷിനടുത്ത് സൈറ്റ് വിസിറ്റ് ചെയ്യാൻ പറഞ്ഞു. പുള്ളി വിസിറ്റ് ചെയ്തു. ഒരാഴ്ച പോസ്റ്റ് ഉറപ്പിച്ചിട്ട്. അതെ അതെ അതെ, കാരണം അതിന് വേറെ കാര്യമുണ്ട്. അവിടെ നമുക്ക് അനീഷ് പ്രത്യേകം പറഞ്ഞായിരുന്നു, കാരണം പൂഴിയുള്ള പ്രദേശം. അപ്പൊ നമ്മൾ ഏകദേശം 2 അടിക്ക് മുകളിൽ നമ്മൾ കാലിന്റെ ലെങ്ത് പകുതിയോളം 2 അടിക്ക് മുകളിലും ബാക്കിയാണ് 2 അടി വരുന്നുള്ളൂ. അതെ, അത് കാര്യം കുറച്ച് ഭാഗം കൽക്കെട്ടുണ്ട്. അപ്പൊ കൽക്കെട്ടിന്റെ ഇടയ്ക്ക് കാല് ഉറപ്പിച്ചതുകൊണ്ട് അവിടെ ഹൈറ്റ് കുറഞ്ഞ കാലും, ബാക്കിയുള്ളതൊക്കെ ഏകദേശം 1.5 അടി കാല് മണ്ണിനടിയിലോട്ട് വെറുതെ അടിച്ച് താഴ്ത്തിയിട്ടും 1 അടി കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാര്യം ഇത് പറഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. എല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് തന്നെയാണ്, അതിലൊന്നും മാറ്റില്ല. അപ്പോൾ അങ്ങനെ കസ്റ്റമറിനോട് കോൺടാക്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു സൈറ്റ് വിസിറ്റ് ചെയ്തതിന്റെ പിറ്റേ ദിവസം നമ്മൾ പ്രോപ്പറായിട്ടുള്ള കൊട്ടേഷനും കാര്യങ്ങളെല്ലാം കൊടുത്ത് കൃത്യമായിട്ടുള്ള മെഷർമെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം എനിക്ക് തോന്നുന്നു 2 ദിവസത്തിനുള്ളിൽ കൺഫർമേഷൻ അഡ്വാൻസ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ വർക്കും എനിക്ക് തോന്നുന്നു ഇമ്മീഡിയറ്റ് എഫക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഒരു ദിവസം കോൺക്രീറ്റ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ എന്തായാലും കുറച്ച് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനുള്ള ഒരു പ്ലോട്ട് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ഡിലേ വരുത്തിയിട്ടാണ് ചെയിൻ ലിങ്ക് സ്ട്രെച്ച് ചെയ്യുന്നത്. ഇന്ന് സ്ട്രെച്ച് ചെയ്ത് രാവിലേക്ക് ഒന്ന് 9 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്താണ്. ഇപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ടെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അനീഷ്. എനിവേ നമ്മളിത് ഓൺ ദ വേ ആണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും ഈ സൈറ്റിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അങ്ങനെ ഞങ്ങൾ സൈറ്റിലെത്തി. ഒരു 15-20 മിനിറ്റോളായി സൈറ്റിലെത്തിയിട്ട്. പിന്നെ അനീഷ് ഭായി ഉണ്ട് അവിടെ, അപ്പം വർക്കേഴ്സ് ഉണ്ട്. വർക്ക് ഏകദേശം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു റോൾ ചെയിൻ ലിങ്ക് മാത്രം കെട്ടാതെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വീഡിയോ ഈ ഞാൻ വെച്ചിട്ടുള്ള വോയിസിൻ്റെ കൂടെ നമ്മുടെ കുറച്ച് ക്ലിപ്സുകൾ എടുത്തിട്ടുണ്ട്, അത് ഇതിനൂടെ വയ്ക്കുന്നുണ്ട്. ഒപ്പം ഞാൻ പറഞ്ഞല്ലോ, ബാക്കിൽ കാണുന്നുണ്ടോ അറിയില്ല, ആടിൻ്റെ കൂട് കാണുന്നുണ്ട്, വലിയ ഹൈറ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നടക്കാനുള്ളൊരു പോർഷനായിട്ടാണ് ഈ ഒരു 80 മീറ്ററോളം ഫെൻസിങ് ചെയ്തിട്ടുള്ളത്. ഒപ്പം 2 ഗേറ്റ് കൂടെ ചെയ്തിട്ടുണ്ട്. ഈ ഗേറ്റ് ഒന്ന് ഇവിടെ ഗേറ്റും. അപ്പോൾ ശ്രുതിലുണ്ട് കൂടെ. ശ്രുതി ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ബാക്കിയോടെ പറഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. അധികം നീട്ടുന്നില്ല. എന്തായാലും ശ്രുതിലേക്ക് തന്നെ പോകാം. അപ്പോൾ പറഞ്ഞു ശ്രുതിലേ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ നമ്മൾ 5 ഫീറ്റ് ആയിട്ടുള്ള ചെയിൻ ലിങ്കാണ് ചെയ്തിട്ടുള്ളത്. ഇത് മെയിനായിട്ട് ഈ ആടിനെ താഴോട്ട് അഴിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു ഫെൻസിങ് നമ്മൾ ചെയ്തിട്ടുള്ളത്. മുകളിലാണ് ഇവർ ഒരു 5 അടി മുകളിൽ ഒരു ലെയർ ഉണ്ടാക്കിയിട്ടാണ് ഒരു കൂടുണ്ടാക്കിയിട്ടുള്ളത്. അതിന് മുകളിലാണ് ആടുകളുള്ളത്. അപ്പോൾ അത് അവർക്ക് അഴിച്ചു വിട്ടിട്ട് താഴെയൊക്കെ ഈ പുല്ലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അഴിച്ചു വിട്ടിട്ട് ഇവിടെ ഒന്ന് വിടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫെൻസിങ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഓൾമോസ്റ്റ് പകുതിയോളം ഭാഗം നമുക്ക് ഈ ഒരു കെട്ട് വരുന്നുണ്ട്, വെട്ടുകല്ലിൻ്റെ ഒരു കെട്ട് വരുന്നുണ്ട്. ഈ ഒരു കെട്ട് വരുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കല്ലെടുത്തിട്ട് അതിൽ നമ്മളൊരു 1.5 ഫീറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിൽ ഭയങ്കരമായിട്ടുള്ള പൂഴിമണ്ണായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ 2 ഫീറ്റിൻ്റെ മുകളിൽ നമ്മൾ താഴ്ചയിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. 1.5 അടിയിൽ 2 അടിയിൽ നമ്മൾ ഒരു 1/2 അടി അടിച്ച് താഴ്ത്തിയിട്ട് 1.5 അടി നമ്മൾ കോൺക്രീറ്റ്, ആ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടുത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന 2.5 mm 3 ഇഞ്ച് 3 ഇഞ്ച് കണ്ണിയകലം വരുന്ന നെറ്റാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ 3 പ്ലെയിൻ വയേഴ്സ് കൊടുത്തിട്ടുണ്ട്. ടാറ്റയുടെ തന്നെ 1.5 ഇഞ്ചിൻ്റെ 148.3 ഔട്ടർ ഡയമീറ്റർ വരുന്ന പൈപ്പ്സാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നോർമലി ഇവിടെ നമുക്ക് ഈ ഭാഗത്തൂടെ നമ്മൾ നോർമലി വർക്കിൻ്റെ അങ്ങനെ വീഡിയോസ് കാണാറില്ല, കാരണം ഞങ്ങളിവിടെ ഇങ്ങോട്ട് എത്തിപ്പെടാറില്ല. വർക്ക് ഉണ്ടാവാറുണ്ട്, ഞങ്ങൾ ഇങ്ങോട്ട് വീഡിയോസ് ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ 2-3 വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓവറോൾ കവർ ചെയ്തിട്ട് എത്തിയതാണ്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 80 മീറ്റേഴ്സും പിന്നെ പ്ലസ് ഒരു രണ്ട് ഗേറ്റ് വരുന്നുണ്ട്. ഒരു വിക്കറ്റ് ഗേറ്റ്സാണ്, ചെറിയ ഗേറ്റ്സ് വരുന്നുണ്ട്.
ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഒരു മാക്സിമം പോയി കഴിഞ്ഞ ഒരു ഹാഫ് ആൻ അവറിൽ ഓൾമോസ്റ്റ് ഈ ഫൈനൽ സ്റ്റേജ് ഓൾമോസ്റ്റ് ഈ സൈഡിലൊക്കെ കഴിഞ്ഞിരുന്നു. ആ സൈഡിൽ മാത്രം ഒരു 10 മീറ്റർ നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചായിരുന്നു. വന്നിട്ട് വീഡിയോയിലൊന്ന് ക്ലിപ്പിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെച്ചതായിരുന്നു. ബാക്കി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ടുണ്ടായിരുന്നു. നമുക്ക് വന്നപ്പോൾ തന്നെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ത്രൂ ഔട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്തു. നമ്മൾ ഫസ്റ്റ് വന്നാൽ ചെയ്യുന്ന കാര്യം അതാണ്. ത്രൂ ഔട്ട് നമ്മൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. എല്ലാം പ്രോപ്പറാണ്, കുഴപ്പമൊന്നുമില്ല. എല്ലാ സ്റ്റേ വയറാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും വയറിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. ടാറ്റ വയറിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളും ടാഗ്സും കാര്യങ്ങളും എല്ലാം നമുക്കിതിലെ വീഡിയോസിൽ തന്നെ കാണാൻ പറ്റും. അതുപോലെ കവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ വീഡിയോ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ വർക്ക് തീർത്തു. അതുപോലെ തന്നെ വീഡിയോയും തീർത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരടുത്ത് മാടായിക്കാവിനൊക്കെ അടുത്താണ് വരുന്നത്. ഒരു 5-6 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ. മാടായിക്കാവ് പറഞ്ഞിട്ടുള്ള മാടായി എന്ന് പറഞ്ഞ സ്ഥലത്ത് കുന്നമംഗലം അങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിനടുത്താണ് ഉള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഞങ്ങൾ ഈ വീഡിയോൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഇന്ന് ട്രാവലിംഗ് ഉണ്ടായിരുന്നത്. അതെ അതെ. പിന്നെ നമുക്ക് ഇപ്പോൾ നോ കോസ്റ്റിൽ ട്രാവൽ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ആ ഒരു ടാറ്റ നമ്മൾ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ടാറ്റയാണ്, നമ്മൾ സഞ്ചരിക്കുന്ന വാഹനം ടാറ്റയാണ്. രണ്ടിലും നമ്മളൊരു വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ ചതിക്കാറില്ല. അതെ അതെ. അപ്പോൾ അത് പ്രകാരം അങ്ങനെ ഒരു വീഡിയോ എടുക്കുക എന്നുള്ളത് അത് മെയിൻ റീസൺ ആണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇൻട്രോയിൽ നമ്മുടെ വെൽക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, തോന്നുന്നുണ്ട്, അതിന് ക്ഷമിക്കുക. ഒപ്പം നമ്മളുടെ ഹോം ടെക് ട്രാവൽ എന്ന് പറയുന്നതും ലിങ്ക് ഫെൻ സൊല്യൂഷൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും നിങ്ങൾ ഫോളോയും സപ്പോർട്ടും ചെയ്ത് ഒപ്പം കൂടുക. അതുപോലെ തന്നെ ബെൽ ബട്ടണോട് അമർത്തി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എല്ലാ സൈറ്റുകളിലും നമ്മൾ അപ്ഡേഷൻസ് വരുത്താറുണ്ട്. ആ വരുത്തുന്ന അപ്ഡേഷൻസ് നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുന്നതായിരിക്കും. അപ്പം ഇനി എന്തായാലും ഇന്നത്തെ വർക്കും വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഇനി കൂടുതലായിട്ട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും കണ്ണൂരത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഭാഗത്ത് വർക്ക് ചെയ്യുന്നില്ല എന്നൊരു ഇവിടുത്തെ കസ്റ്റമറിനെ നമ്മുടെ വേറെ ഇവിടുത്തെ ഒരു റീൽസ് കണ്ടിട്ടാണ് വിളിച്ചത്. അപ്പോൾ ഇവിടെ ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് ആ ഒരു ക്ലാരിഫിക്കേഷൻ കൂടിയും ഇനി ഉണ്ടാവരുതെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ കണ്ണൂരത്തെ ഇനിയാണെങ്കിലും അടുത്ത വർക്കാണെങ്കിലും നമ്മൾ കണ്ണൂരത്തെ വർക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. തീർച്ചയായിട്ടും. ഈ കസ്റ്റമർ ഞാൻ പറഞ്ഞല്ലോ, ഈ കസ്റ്റമർ നമ്മളെ ഒരു വേറെ ഏതോ സ്ഥലത്തെ റീൽസ് പുള്ളി പുറത്ത് എവിടെയുള്ളത് റീൽസ് കണ്ട് കോൺടാക്ട് ചെയ്തിട്ട് ഇപ്പോഴും അത് വേറെ കാര്യം, ആളിവിടെ ഇല്ല. ആക്ച്വലി ഫുൾ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പുറത്ത് വെച്ചിട്ട് ഫോണിലൂടെ കമ്മ്യൂണിക്കേഷൻ കൺഫർമേഷൻ മേടിച്ചു. നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടു. പിന്നെ എല്ലാം ഞാൻ പറഞ്ഞല്ലോ, നമ്മളുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ വർക്ക് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുള്ളത്. അത് നമ്മൾ 100% ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാനും കഴിയും. അതെ, അത് പൂർണ്ണമായിട്ട് പുള്ളി പറഞ്ഞ അതേ സ്പെസിഫിക്കേഷനിൽ അതേ ക്വാളിറ്റിയിൽ അതേ രീതിയിൽ നമ്മൾ ചെയ്ത് ഇന്ന് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ അത് ഏകദേശം ഉച്ചയായി, 1 മണിയോളം ഏകദേശം ആവാനായിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഞങ്ങൾ തിരിക്കുകയാണ്. ഞങ്ങൾ ഇതിനായിട്ട് വന്നതാണ്, എന്തായാലും തിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. ചേട്ടാ, ഫെൻസിങ് ചെയ്തെല്ലാം നന്നായിട്ടുണ്ട്. ആദ്യം ഞാൻ മതിൽ കെട്ടാമെന്നാണ് വിചാരിച്ചത്. ഈ ആടിൻ്റെ ഫാം ആക്കുമ്പോൾ ആദ്യം മതിൽ കെട്ടാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലെല്ലാം കണ്ടപ്പോൾ പിന്നെ ഫെൻസിങ് നോക്കാൻ തുടങ്ങി. അങ്ങനെ സെർച്ച് ചെയ്തതാണ് നിങ്ങളെ കിട്ടിയത്. പിന്നെ ഞാൻ ഇങ്ങനെ അനിയനോട് പറഞ്ഞ് പിന്നെ നമുക്കിങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അവനും ഒരു വീഡിയോ അയച്ചു തന്നത് നിങ്ങളെ വീഡിയോ ആണ്. എന്തായാലും നിങ്ങൾ കറക്റ്റ് സമയത്ത് ചെയ്തു തന്ന് നന്നായി. ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ ചെയ്തു തന്നെ. എന്തായാലും താങ്ക്സ്.